ഇനി നമുക്ക് സർവീസിന് വന്നിട്ടുള്ളത് ഒരു റിയൽമി 12 Pro Plus എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ഇഡാണ്. ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ട് വന്നതാണ്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം എല്ലാ സെക്ഷനും ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. CPU ചെയ്തിട്ടുണ്ട്, അതേപോലെ eMMC ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ RAM ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുള്ളതാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ സെക്ഷനും ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ഓൾറെഡി ഇപ്പോൾ സ്റ്റിമാറ്റിക് ഇതാണ് വരുന്നുള്ളത്, MediaTekൻ്റെ ചിപ്പ് സെറ്റാണ് വരുന്നുള്ളത്. അപ്പോൾ ഇതിലുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നുള്ളത് ഇതിൻ്റെ സ്റ്റിമാറ്റിക് അവൈലബിൾ അല്ല, ബിറ്റ് മാപ്പ് ഇല്ല, ബോർണിയോൻ്റെ അകത്ത് ഹാർഡ്വെയർ സൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടാസ്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾറെഡി അതില്ലാത്തത് കൊണ്ടായിരിക്കണം മുമ്പ് കൊടുത്ത ഷോപ്പിൽ ഇത് റീബോൾ ചെയ്തിടാനുള്ള കാരണമൊക്കെ അതൊക്കെ റീബോൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായ രീതിയിൽ നമ്മളിത് റീബോൾ ചെയ്തിടണം. കാരണം ചിലത് റീബോൾ ചെയ്ത് ചിലപ്പോൾ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റീബോൾ ചെയ്തിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളേതായ രീതിയിലുള്ള റീബോളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്തും സെയിം ഇഷ്യൂ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇത് ഡി സിയിൽ ഓൺ ആവത്തില്ല, ബാറ്ററിയിൽ മാത്രമേ ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഓണല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് ഇത് പവർ സെക്ഷനിലാണോ കംപ്ലൈൻറ്റ്, അതേപോലെ തന്നെ CPU സെക്ഷനാണോ കംപ്ലൈൻറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2 റീസെറ്റാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്റ്റിമാറ്റിക് ഇല്ലാതെ മോഡൽ നമുക്ക് എങ്ങനെ ഈ റീസെറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിന് ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യം, അത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പവർ IC വരുന്നുള്ള മോഡലാണ്. CPU വരുന്നത് MT6877 എന്ന് പറയുന്നുള്ള മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പവർ IC വരുന്ന മോഡൽ നോക്കാം. MediaTek MT6365 VMW എന്ന് പറയുന്നുള്ള മോഡലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് വരുന്നുള്ള വേറെ സെറ്റ് ഉണ്ടാവും, ഈ IC വരുന്നുള്ള വേറെ മോഡൽ സെറ്റ് ഉണ്ടാവും. അപ്പോൾ MediaTek ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളത് ട്രിപ്പിൾ പവർ IC ആ രീതിയിലുള്ള കൺസെപ്റ്റ് അല്ല, ഇത് ബക്ക് കൺവേർട്ടറാണ് വരുന്നത്. നമുക്കിവിടെ കാണാം, ഇതാണ് പവർ IC വരുന്നുള്ളത്. 1 2 3 ബക്ക് കൺവേർട്ടർ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ ഇവിടെ ഒരു ബക്ക് കൺവേർട്ടർ, അതേപോലെ തന്നെ 2 ബക്ക് കൺവേർട്ടർ, 3 ബക്ക് കൺവേർട്ടർ. ഇവിടെ കൊടുത്തിട്ടുള്ള ബക്ക് കൺവേർട്ടറിൻ്റെ നമ്പർ എടുക്കും നമുക്ക് നോക്കാം. MT63 150, അതേപോലെ തന്നെ MT63 08 MT6815. ഇങ്ങനെ 3 ബക്ക് കൺവേർട്ടറും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു പവർ ICയും വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാരണം ഈ ഒരു പവർ IC വരുന്നുള്ളത് നമ്മളെ റെഡ്മി നോട്ട് 11 പ്രോൻ്റെ അകത്ത് ഈ MediaTek വരുന്ന മോഡലുണ്ട്, അതിൻ്റെ അകത്തും ഈ പവർ IC തന്നെ വരുന്നുള്ളത്. ഓക്കെ, സെയിം പവർ IC ആണ് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾറെഡി ഞാൻ ബോർഡിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡ്മി ഇത് റിയൽമി ആണ് കേട്ടോ, ഇത് റിയൽമിൻ്റെ സെറ്റാണ്. റെഡ്മി നോട്ട് 11 Pro MTK എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിലാദ്യം നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഹാർഡ്വെയർ സൊല്യൂഷൻ്റെ അകത്ത് പോകാം. ഹാർഡ്വെയർ സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ കോമൺ നെയിമർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഏത് IC ആണ് ഉപയോഗിച്ചിട്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാം MT6360P RP എന്ന് പറയുന്നുള്ള ICയുടെ ഉപയോഗിച്ചിട്ടുണ്ട്. സോറി, ഇവിടെയാണ് പവർ IC വരുന്നുള്ളത്. MT6365 VAWM എന്ന് പറയുന്ന ICയുടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ 3 ബക്ക് കൺവേർട്ടറും കാണാൻ പറ്റും, സെയിം നമ്പറുള്ള 3 ബക്ക് കൺവേർട്ടറും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എടുത്തിട്ട് ഇതിൻ്റെ റീസെറ്റ് ലൈൻ, 2 റീസെറ്റ് ലൈനാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ,
അപ്പോൾ ഇത് സ്റ്റിമാറ്റിക് ഇല്ലാതെ മോഡൽ സെറ്റ് നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇത് സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ICS ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റിമാറ്റിക് ഇല്ലാതെ ഏത് മോഡൽ വന്നു കഴിഞ്ഞാലും അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ബിറ്റ് മാപ്പ് ഇല്ല, ഹാർഡ്വെയർ സൊല്യൂഷൻ ഇല്ല. നമ്മൾ കാണിച്ചു തരാം, നമുക്ക് നടന്ന് പോയി നോക്കാം. ഇത് റിയൽമീന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ 2 കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഒന്ന് ഇതിൻ്റെ ബിറ്റ് മാപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഇതിൻ്റെ സ്റ്റിമാറ്റിക്കാണ്. ഓക്കെ, ലേഔട്ട് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സ്റ്റിമാറ്റിക് എടുക്കാം. ഓക്കെ, നമ്മൾ 3 കാര്യങ്ങൾ ഓപ്പൺ ചെയ്തത് റെഡ്മി നോട്ട് 11 പ്രോൻ്റെ MTKയിൽ വരുന്നുള്ള ബിറ്റ് മാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതേപോലെ ലേഔട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതേപോലെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര മതി എനിക്ക്. നമുക്ക് ആ മോഡൽ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. റിയൽമിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിയൽമിയിൽ നോക്കി കഴിഞ്ഞാൽ 10 Pro ഉണ്ട്, 11 ഉണ്ട്, 11 Pro ഉണ്ട്. 12 ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, 12 ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതില്ല. ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത് സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ പവർ AC സെക്ഷൻ 6365 VMW എന്ന് പറയുന്നുള്ള മോഡലാണ്. എനിക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാം അല്ലേ? ഓക്കെ, കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ചെയ്യുന്നുള്ളത് ആദ്യം എനിക്കറിയേണ്ടത് ഇതിന് ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. 2 റീസെറ്റ് ലൈനിൻ്റെ അകത്തും ടെസ്റ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് പോയിൻ്റാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഇത് മൈൻഡ് ഫ്രീ ആകുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ സമയത്തും ഇതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫ്രീ ആകുന്ന സമയത്തായിരുന്നു. ഇപ്പോൾ ഞാൻ രാവിലെ 7 മണിക്കാണ് സർവീസ് ചെയ്യാൻ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ഫ്രീ ആകുന്ന സമയത്ത് മാത്രമേ, നമ്മളെ മൈൻഡ് നല്ല കൂളായാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ അതുകൊണ്ടാണ് രാവിലെ സർവീസിന് ഇരുന്നത്. രാത്രി ആകുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൈൻഡൊന്ന് ഡിസ്റ്റർബ് ആയിട്ടുള്ള സമയമായിരിക്കും. ഇപ്പം മൈൻഡൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഒരു രാവിലെ തുടങ്ങിയതാണ്, 2-3 സെറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇത് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഓക്കെ, കാരണം ഇതില്ലല്ലോ, സ്റ്റിമാറ്റിക് ഇല്ലാത്ത മോഡലാണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ പവർ AC എടുക്കാം. ഓക്കെ, ഇതിലല്ല, സ്റ്റിമാറ്റിക്കിനകത്ത് പവർ AC എടുക്കാം. ലേഔട്ട് പോവാം. ഇതിൻ്റെ പവർ AC വരുന്ന ട്രാക്ക് ഇവിടെയാണ് വരുന്നുള്ളത്, കോപ്പി ചെയ്യുക. സ്റ്റിമാറ്റിക്കിനകത്ത് പോവാം. ഇത് ബക്ക് സെക്ഷനാണ്, നെക്സ്റ്റ് അടിക്കുക. ഇത് നമ്മൾ LDO സെക്ഷനാണ്, നെക്സ്റ്റ് അടിക്കുക. ഇത് നമ്മൾ ചാർജിങ് IF ആണ്. അതേപോലെ ഇതാണ് നമ്മളെ കൺട്രോൾ IF, മീൻസ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയും. ഈ സെക്ഷൻ നമ്മൾ പറയുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്. ഇവിടെ നമുക്ക് കൺട്രോൾ IF എന്ന് പറഞ്ഞിടത്ത് നമുക്ക് റീസെറ്റ് 2 റീസെറ്റ് ഉണ്ട്. അതേപോലെ 2 ഇതിൽ ടെസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതല്ല നമ്മളെ ബോർഡ് ഇതാണ്. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് റെഡ്മി 11 പ്രോൻ്റെതാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് റിയൽമി 12 Pro പ്ലസിൻ്റെതാണ്. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ മാർക്ക് ചെയ്ത് വെക്കലാണ്. ഞാനിപ്പോൾ 2 നമ്പർ എടുക്കുന്നുണ്ട്. 2 റീസെറ്റ് ലൈനിൻ്റെ നമ്പർ ഞാൻ എടുക്കുന്നുണ്ട്. ആ 2 റീസെറ്റിൻ്റെയും നമ്പേഴ്സാണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളത്. ഞാൻ 2 റീസെറ്റ് നമ്പർ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ സാധാരണ ആണെങ്കിൽ ഞാൻ ചെയ്യൽ ടാബിൻ്റെ അകത്ത് അത് മാർക്ക് ചെയ്ത് വെക്കലാണ്. അപ്പോൾ നമ്മൾ ടാബ് ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഓൾ ഡാറ്റ എന്ന സെക്ഷൻ ഉണ്ട് എൻ്റെ, അവിടെ പോയിട്ട് ഞാനിത് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ E3 എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, E3 പവർ ACൻ്റെ ഒരു ലൈൻ E3 ആണ്. E3 വരുന്നുള്ളത് റീസെറ്റാണ്. ഓക്കെ, റീസെറ്റ്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് J13 ആണ്. J13. ഓക്കെ,
J13 PS ഹോൾഡ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ റീസെറ്റും 2 റീസെറ്റ്, ഇതിൻ്റെ അകത്ത് പേര് മാറ്റമുണ്ട്, കാരണം ഇത് മീഡിയടെക്കാണ്. അതേപോലെ തന്നെ കോൽകോം, ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു. ഇനി അടുത്ത നമുക്ക് ആവശ്യമുള്ള എക്സിറ്റ് PMICൻ്റെ പവർ ഗുഡ് സിഗ്നലാണ്. അത് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നത് D5ൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, D5 IC നമ്പർ നമ്മൾ ഫാസ്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, എക്സിറ്റ് PMIC, അതേപോലെ പവർ കുട്ടി PG എന്ന് പറഞ്ഞാൽ പവർ കുട്ടി. ഇപ്പോൾ എത്ര ലൈനാണ് ഞങ്ങൾക്ക് ആവശ്യം? ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലൈന് കണ്ടുപിടിച്ച്. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതിന് ടെസ്റ്റ് പോയിൻ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മോഡലിൻ്റെ ടെസ്റ്റ് പോയിൻ്റാണ് കാണിക്കേണ്ടത്. ഇതിൽ ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്, ഒരുപാട് ടെസ്റ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് പോയിൻ്റ് കാണാൻ പറ്റും. ഈ ഒരു പാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ CPU ഭാഗത്തായിട്ട് കുറേ ടെസ്റ്റ് പോയിൻ്റ് കാണാൻ പറ്റും. ഇതിലോ ഇവിടെയൊക്കെ ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മാനുവലി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഇല്ലാത്തത് കൊണ്ട് ഞാനിത് മാനുവലിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് IC റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, പവർ IC റിമൂവ് ചെയ്യണം. ഞാൻ ആദ്യം പവർ IC റിമൂവ് ചെയ്യാം. പവർ IC റിമൂവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ ICൻ്റെ പൊസിഷൻ ഏത് ഭാഗത്ത് നിന്നുള്ളത് നോക്കി വെക്കുക. ഇതിൽ എളുപ്പമുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നുള്ളത് ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് വെക്കലാണ്. കാരണം ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ മാറിപ്പോകും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെക്കാം. പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ട്. വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മോഡലിൻ്റെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിൽ പവർ IC ഇത് ഐഫോണാണ്. ഇതിലിപ്പോൾ നമുക്ക് പവർ IC വരുന്ന ബിറ്റ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ പവർ ICയിൽ നമുക്കിവിടെ കാണാം. പവർ ICയിൽ ഡോട്ട് മിസ്സിങ് ആണ്, ഒരേപോലെ ഉള്ള കാലല്ല വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഡിസൈൻ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കണം. കാരണം ഇത് ഒരേ ലെവലായിട്ടുള്ള ബോളാണ്. കാരണം ഇതിനകത്ത് ഒരു ബോൾ മിസ്സിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഇതിന് അതിന് ആവശ്യമില്ല, കാരണം ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് ഡോട്ട് മിസ്സിങ് ഉള്ള ലൈന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ICയിലും അതേപോലെ കാണാൻ പറ്റും. അതേപോലെ നോക്കിയിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഫോട്ടോ എടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ IC റിമൂവ് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 370/70 അത് ബ്ലോവർ, ഓരോ മോഡൽ ബ്ലോവറിനനുസരിച്ചിട്ട് നമ്മൾ ഈറ്റ് സെറ്റ് ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്നുള്ളത് സുഗോണ്ട 858D എന്ന് പറയുന്നുള്ള മോഡലാണ്. അതേപോലെ തന്നെ എൻ്റെ ഒരു ക്യുക്കിൻ്റെ 861DW എന്ന് പറയുന്നൊരു മോഡലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്യുന്നത് പോലെയല്ല ഇതിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലോവറാണ് വരുന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ക്യുക്കിൻ്റെ തന്നെ 2008 അറിയുന്ന മോഡലും നമുക്ക് ആൻഡ്രോയിഡ് ചെയ്യാൻ നല്ല സുഖമാണ്. കാരണം ഡാമേജ് ഒന്നും ആവാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട് വിട്ടായതാ. നമ്മൾ
ബാക്ക് സൈഡ് CPU ചെയ്ത സെറ്റ്. നമ്മളൊരിക്കലും ഇങ്ങനെ ബോർഡ് ഡയറക്റ്റ് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല, കാരണം CPU വീണ്ടും റീബോൾ ചെയ്ത് ഇടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, CPU റിമൂവ് ചെയ്ത് CPU മാറ്റി വെക്കാം. ഓക്കെ, ബോർഡ് ക്ലീൻ ചെയ്യാം. നമുക്കൊന്നല്ലെങ്കിൽ PPD ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല പേസ്റ്റ്, നല്ല ലെഡ് ഉപയോഗിക്കാം. ഓക്കെ, MediaTek ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻഡ്രോയിഡിനകത്ത് പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഈസിയാണ് MediaTek. പൈസ ക്ലീൻ ആക്കുമ്പോൾ മാക്സിമം നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈറ്റ് കുറച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലതൊക്കെ. ഐസി അല്ല, ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന ബോർഡാണ്, ബോർഡിൽ ആ ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ ഒരു വേറൊരു കാര്യമുണ്ട്, നമ്മളുടെ മേലെ ഫാൻ ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഫാനിൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഫാനിൻ്റെ താഴത്തായിട്ട് ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് കറക്റ്റ് ഇതിലുള്ള ഹീറ്റ് പ്രോപ്പർ ആയിരിക്കത്തില്ല. ആ സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ 350 കൊടുത്തത്, ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ 400 മാറ്റും. നോക്കെ, എന്നിട്ടും ക്ലീൻ ആയില്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫാൻ ഓഫ് ചെയ്യുക. കാരണം ഇത് പെർഫെക്റ്റ് ക്ലീനിങ് കിട്ടത്തില്ല. ഓക്കെ, കാരണം ഫാൻ എന്താ പറഞ്ഞാൽ നമ്മളെ ഇതിനെ വലിച്ചെടുക്കും, നമ്മളെ കൂളാക്കി വിടും. ഓക്കെ,
നമുക്കിത് ക്ലീൻ ചെയ്യാം. ഒരു ബോർഡ് ക്ലീൻ ആവാനുണ്ട്. ഓക്കെ, ക്ലീൻ ചെയ്യാം. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് പറഞ്ഞല്ലോ, ബോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫോട്ടോ എടുത്തിട്ട് വെക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് നമ്മൾ ഫൈൻഡോട്ടിക് മെത്തേഡാണ്. ഇവിടെ നമ്മൾ IC ഡോട്ട് ഏത് ഭാഗത്തുള്ള എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുക, സ്റ്റാൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് ICൻ്റെ നമ്പർ ഏത് ഭാഗത്താണ് ഉള്ളതെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. IC 4 വരുന്നുള്ളത് ഇവിടെ ആയിരുന്നു ഒന്നാമത്തെ കാലുണ്ടായത്. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് സ്റ്റാർട്ടിങ് A1 വരുന്നത്. അപ്പോൾ നമ്മളിത് കറക്റ്റ് IC കൗണ്ട് ചെയ്യാൻ പഠിച്ച ഒരാൾക്ക് മാത്രമേ എസ്റ്റിമാറ്റിക് ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. IC കൗണ്ട് ചെയ്യാൻ അറിയാത്ത ആൾക്ക് എസ്റ്റിമാറ്റിക് ഇല്ലാതെ മോഡൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് ഞാൻ ഇതിൻ്റെ ബിറ്റ് മാപ്പ് ഒന്ന് എടുക്കട്ടെ. നമ്മളെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള 3 നമ്പേഴ്സ്, ICയിൽ ആവശ്യമുള്ള നമ്പേഴ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് E3 ആണ് വേണ്ടത്. ഓക്കെ, E3 ഈ ICൻ്റെ അകത്ത് E3 എന്ന് പറയുന്ന കാലുണ്ട്. അപ്പോൾ നമുക്കതാണ് ആവശ്യം. അപ്പോൾ ആദ്യം നമ്മൾ IC നമ്പർ ഈ ഒരു ഭാഗത്താണ് A1 വരുന്നുള്ളത്. അപ്പോൾ E3 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം E3. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ IC അതേപോലെ നമ്മുടെ ബോർഡ് അതേപോലെ വെക്കാം. എങ്ങനെയാണോ ബോർഡ് ഉള്ളത് അതേപോലെ വെക്കാം. ഹായ് റമീസു, എന്തല്ല ആവശ്യമുള്ള കണക്ഷൻ എന്ന് പറയുന്നുള്ളത് ഈ മൂന്നാമത്തെ. അപ്പോൾ ആദ്യം നമ്മൾ IC നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ലൈൻ. ഈ ഒരു ലൈനാണ് നമുക്ക് ആദ്യത്തെ ആവശ്യമുള്ള ലൈൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളവിടെ ചെക്ക് ചെയ്യുന്നുള്ളത് GR വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. GR വാല്യൂ ചെക്ക് ചെയ്യുക. അതിന് നമ്മൾ ഡയോഡ് മോഡിലിടാം. ഇത് GR വാല്യൂ ചെക്ക് ചെയ്യലല്ല കേട്ടോ നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇടയിലേന്ന് കണ്ടുപിടിക്കലാണ്. ഇപ്പോൾ ഡയോഡ് മോഡൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ട്രാക്ക് ചെക്ക് ചെയ്യാം. GR വാല്യൂ ഓക്കെയാണ്, 855 GR വാല്യൂ കാണിക്കുന്നുണ്ട്. കാരണം CPU അകത്തുനിന്ന് വരുന്നുള്ള ലൈനാണ്. ഇപ്പോൾ CPU എന്നാണ് ഈ കണക്ഷൻ വരുന്നുള്ളത്. അതൊന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം നേരെ പോകുന്നുള്ളത് CPU അകത്താണ്. പക്ഷേ ഇതിലൊരു ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. പക്ഷെ ഇത് നമ്മളെ കയ്യിലുള്ള മോഡൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ടെസ്റ്റ് പോയിൻ്റ് അതുള്ളതിനുള്ളത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം ഞാനിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ജമ്പർ ഇട്ടതിന് ശേഷം ഓരോ ട്രാക്ക് ലെവൽ ചെക്ക് ചെയ്യാം. 1 by 1 ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യാണ്. കാരണം ഇത് ഒന്നല്ലെങ്കിൽ റെസിസ്റ്റർ വഴി ആയിരിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീപ്പ് മോഡൂൾ ഇടലാണ്. ഓക്കെ, ബീപ്പ് മോഡൂൾ ഇടാം. മൾട്ടിമീറ്റർ ബീപ്പ് മോഡൂൾ ഇടാം. ഓക്കെ, സൗണ്ട് കാണാൻ പറ്റും ശേഷം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പോയിന്റിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. നോ, ആ ലൈനല്ല. പിന്നെ വേറെ ടെസ്റ്റ് പോയിൻ്റ് ഉള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്ത് എവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കലാണ്. അവിടെ ഇല്ല. ഓരോ ലൈനും ഞാൻ ചെക്ക് ചെയ്യും. കാരണം കുറച്ച് സമയം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫാസ്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ,
ഇവിടെ ഒന്നുമില്ല. നേരെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നുണ്ട് പ്രിൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ജമ്പർ ചെയ്യണം. ജമ്പർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ജമ്പർ ഇടാം കേട്ടോ. ഒരു ജമ്പർ ഇടാം. വീണ്ടും നല്ല ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യണം. ആ ഒരു പോയിന്റിൽ നമ്മൾ ജമ്പർ ഇടണം. ഓക്കെ, നമ്മൾ ഒരൊറ്റ മട ജമ്പർ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്കിലേക്ക് കണക്ട് ചെയ്യണം. പക്ഷേ ചെക്ക് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഓക്കെ, ഒരു വിക്കിൻ്റെ കഷ്ണം എടുക്കാം. എന്നാണ് അറിഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഷീൽഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ വർക്കെല്ലാം ചെയ്യുമ്പോൾ മാക്സിമം ഫ്രീ ആയ സമയത്ത് ചെയ്യണം കേട്ടോ. തിരക്ക് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഒരുപാട് ടെസ്റ്റ് പോയിൻ്റ് ഉള്ള ഒരു പാത്താണ് ഇതൊക്കെ. ഓരോ ടെസ്റ്റ് പോയിൻ്റ് ഞാൻ ബീക്ക് മോഡ് ഇട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ,
യെസ്, നമ്മളാ ട്രാക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, റീസെറ്റ് ലൈൻ ഏതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് റീസെറ്റ് വരുന്നത്. ഓക്കെ, ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പവറൈസ് വെക്കണം കേട്ടോ. അത് വെച്ചാൽ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യം 3 ലൈന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ റീസെറ്റ് ചെയ്തെന്നുള്ളത് അറിഞ്ഞ് പക്ഷേ അതൊരു മാർക്ക് ചെയ്യുക. കാരണം എല്ലാം മറന്നു പോകും. അതെനിക്ക് ഭയങ്കര മറവിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ റീസെറ്റ് ലൈന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, 6 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടാമത് വരുന്നുള്ള റീസെറ്റ് CPU റീസെറ്റ് നമ്മളടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് അടുത്ത പാർട്ടിലായിരിക്കും. ഓക്കെ, ഇതൊരു പാർട്ട് 1 ആണ്. അടുത്ത പാർട്ടും കൂടി കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 3 സിഗ്നലും ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്യും. പവർ സെക്ഷൻ ആണോ അല്ലെങ്കിൽ CPU സെക്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ EMMCക്കും ഇതേപോലത്തെ റീസെറ്റ് വരുന്നുണ്ട്. BMMC ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റിമാറ്റിക് ഇല്ല എന്നതല്ല, സ്റ്റിമാറ്റിക് ഇല്ലാത്ത മോഡലിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ICSൽ എല്ലാ മാസവും അപ്ഡേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് ഇതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ചോദിച്ചു. എല്ലാ മാസവും നമ്മളൊരു 5 സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ വരുന്നുള്ള സെറ്റൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കോഴ്സിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്റ്റിമാറ്റിക് ഇല്ലാതെ മോഡലും എല്ലാം A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൻ്റെ അകത്ത് കാണാം. ഓക്കെ, പാർട്ട്